ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലു കന്നഡ ഫുഡ് ആൻഡ് ടച്ച് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കിടിലൻ മത്തി ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന 3 സ്റ്റെപ്പാണ്. ആദ്യം മീൻ വറക്കാനുള്ള പ്രോസസ്സും, പിന്നെ ബിരിയാണിക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സും, പിന്നെ അരി ദം ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ടോപ്പിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. വളരെ രുചികരമായ സാധാരണക്കാരുണ്ടാക്കുന്ന ഒരു മത്തി ബിരിയാണിയാണ്. ഇനി നമുക്ക് വേണ്ടത് സവോള വറുത്ത് കോരി വയ്ക്കാൻ വേണ്ടി 1/2 കിലോ, പിന്നെ 1 കിലോ ബാസ്മതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. കഴുകി വെക്കുക. അതേപോലെ തന്നെ മത്തി മസാല ഇട്ട് വയ്ക്കണം. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മംഗലാപുരത്ത് നിന്ന് അയച്ചു തന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1/2 കിലോ സവോള, ഒരു 1/4 കിലോ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് ചതച്ചത്, മുളക് കീറിയത്, അതേപോലെ തന്നെ മുന്തിരിയുണ്ട്, കശുവണ്ടിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട സ്പൈസസ് വഴണിയില, പട്ട, ഏലക്ക, ലവംഗം, ജാതിപ്പൂവ്, ജാതിക്കയുടെ 2 ചെറിയ തുണ്ടം, കുറച്ച് സോമ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നാരങ്ങ വെള്ളം, അതേപോലെ തന്നെ കട്ടത്തൈര്, അതൊരു 100 ml. ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പിട്ട് വറുത്ത് കോരി വെക്കണം. അതേപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് സവോളയും കൂടി വറുത്ത മുന്തിരി എല്ലാം വറുത്തത് നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെക്കണം. ഒരു ഗോൾഡൻ ഫ്രൈ, ഈ ഒരു കളറിൽ, ഗോൾഡൻ കളറിൽ നമ്മൾ വാരി കോരി വെക്കണം. ഇത് നമ്മൾ റൈസിൻ്റെ മേലെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അതേപോലെ നേരത്തെ കീറി വെച്ച മുളകും കൂടി നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു സ്റ്റെപ്പാണ്. ഇതിങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ച മത്തി വറുത്തെടുക്കണം. അപ്പോൾ അതിനകത്ത് അധികം ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച്. ഇത് ഫുള്ള് നമുക്ക് ക്രിസ്പിയായി വറുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം ഒരു 80% വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മത്തി മീനൊക്കെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. മീനെല്ലാം കോരി എടുത്ത് മാറ്റിയതിന് ശേഷം ഇന്ന് നമുക്ക് ഒരു കട്ടിയുള്ള ഉരുളിയെടുത്ത് ആ വറുത്ത മീനിൻ്റെ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് 1/2 കിലോ സവോള നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ അത് നല്ലോണം വഴറ്റിയെടുക്കണം. ഈ ഉള്ളി വേകുന്ന അതേ സമയത്ത് നമ്മൾ മറ്റൊരു പാത്രം കൂടി സ്റ്റൗമ വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചോറ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ റിഫൈൻഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം തന്നെ പട്ട ഒരു 4-5 കഷ്ണം, പിന്നെ കുറച്ച് ഏലക്ക, ഒരു 5-10 ഏലക്ക, ഒരു 10 ലവംഗം, ഒരു നുള്ള് നമ്മുടെ ജാതിപ്പൂവ്, പിന്നെ വലിയ ജീരകം 1 ടീസ്പൂൺ, പിന്നെ നമ്മൾ വഴണിയില. ഇത് നല്ലോണം വഴറ്റിയെടുത്ത് ഏലക്കയെല്ലാം പൊട്ടുന്ന ഒരു ശബ്ദം വരുമല്ലോ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കാം. കഴുകി കുതിർത്ത് വെച്ച അരിയാണ്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ്സിനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അതിന് രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് വെട്ടി തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അരി ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം. പിന്നീട് നമ്മൾ നേരത്തെ വേഗം വെച്ച ഉള്ളി എണ്ണയ്ക്കകത്ത് നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇട്ടിട്ട് മിക്സാക്കി വെക്കണം. ഒരു രണ്ടും കൂടി ഒരു 30 ഗ്രാം ആയാലും മതി. അപ്പോൾ അത് മിക്സാക്കി വെക്കുക. അപ്പോൾ ഇപ്പുറത്ത് വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയ്ക്കകത്ത് ചേർക്കാനുള്ളത് നേരത്തെ മാറ്റി വെച്ച ഒരു 1/4 കിലോ തക്കാളി, പിന്നെ ഒരു കപ്പ് തൈര്, കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പുറത്ത് നമ്മൾ അരിക്ക് വെച്ച വെള്ളം തിളച്ചു. ഓക്കെ, ഇനി നമുക്ക് അരി അതിനകത്തിടാം. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 4 ഗ്ലാസ്സാണ്, ഏകദേശം 1 കിലോനുണ്ടാവും. അപ്പോൾ അത് ഈക്വൽ റേഷ്യോയിൽ വെള്ളം എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിൽ ദമ്മായിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് മൂടി വയ്ക്കാം. ഓക്കെ, ഇത് നമ്മൾ മൂടി വെച്ച് ഇപ്പുറത്ത് നമ്മുടെ മസാല റെഡി ആകുന്നുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ വീണ്ടും കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഫിഷ്. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ നമ്മൾ ഓരോന്നായിട്ട് പറക്കി ബേസിനകത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ വറുത്ത് വെച്ച മത്തി മീൻ ഈ ലെവലിലേക്ക് അടക്കി വെക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് മസാല അല്ലാണ്ട് ഡയറക്റ്റ് പാത്രത്തിൽ വെക്കാണ്ട്, സോ മസാല എവിടെയൊക്കെ ഉണ്ടോ ആ ഭാഗത്തേക്ക് മീൻ നല്ലോണം സ്റ്റഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ എല്ലാ മീനും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ കുറച്ച് കന്നഡ ഫ്രണ്ട്സ്, ചില നോർത്ത് ഭാഗത്തിലുള്ള കന്നഡ ഫ്രണ്ട്സ്, അവർക്ക് മീനുകൾ അത്ര ലഭ്യമല്ല, കിട്ടിയാലും മത്തി അയിലൊക്കെയാണ് കിട്ടുന്നത് എന്നൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഏത് മീൻ വലിയ മീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് എന്ത് മീൻ കിട്ടുമോ അത് വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു കട്ടിയുള്ള ദോശത്തവ വെക്കാം, അല്ലെങ്കിൽ കട്ടിയിലൊരു കല്ല് വെച്ചിട്ട് നേരത്തെ അടക്കി വെച്ച മീനുണ്ടല്ലോ അതിൻ്റെ മേലെ ഒരു ലെയർ ചോറ്, നമ്മൾ നേരത്തെ വെന്ത് വെച്ചിട്ടുള്ള റൈസ്, സോ ദമ്മടിക്കാൻ വെച്ചിട്ടുള്ള റൈസ് എടുത്തിട്ട് പതുക്കെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും ആ ചോറാവുന്ന രീതിയിൽ
സ്പ്രെഡ് ചെയ്യാം. നമുക്ക് കാണാം അരി ഒന്നും പോലും ഉടഞ്ഞിട്ടില്ല. അതിനുശേഷം കുറച്ച് അതിൻ്റെ മേലെ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ഫ്രൈഡ് ഓണിയൻസും അതേപോലെ തന്നെ പച്ചമുളക്, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം മിക്സ് ആയിട്ടുള്ളത് നമുക്ക് ഈ ബിരിയാണിയുടെ മേലെ ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സവോളയൊന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല രീതിയിൽ വന്നിട്ട്. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് എന്തൊക്കെ എടുത്ത് ലെവലാക്കി കൊടുത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത്, സോ ഓൾറെഡി ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ പുതിന ഉണ്ടല്ലോ, അത് നമ്മൾ മുകളിലിട്ട് കൊടുത്തിട്ട് മൂടി വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്, ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മൂടി തുറക്കുമ്പോൾ അടിപൊളി മത്തി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം റൈസിൻ്റെ ഒരു സ്ട്രക്ചറും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിധവും കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ റൈസെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്, ഒന്നുപോലും ഉടയാണ്ട്. മസാലയൊക്കെ കണ്ടോ, അടിഭാഗത്ത് മസാലയൊക്കെ പിടിച്ച് വളരെ രുചികരമായ ഒരു ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് വലിയ മീൻ കിട്ടണമെന്നൊന്നുമില്ല, പാവങ്ങളുടെ മീനായ മത്തിയാണിത്. അപ്പോൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.